Yo guys, welcome back to the video of Innovative Dude. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിട്ടിലൻ അൺബോക്സിംഗ് വീഡിയോ ആണ് guys. അപ്പം ഞാൻ കുറച്ച് ദിവസമായി guys അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് guys അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരു അൺബോക്സിംഗ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കിടിലൻ പ്രോഡക്റ്റ് ആണ് guys എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മൊബൈലുകൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു സിംഗിൾ ക്യാമറ ഉള്ള ഫോണുകളാണെങ്കിൽ അതിൽ നമുക്ക് പോർട്രേറ്റ് മോഡ് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഗൈസ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് മാക്രോ ലെൻസ് പോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ നമുക്ക് വൈഡ് ആംഗിൾ ഫോട്ടോസ് എടുക്കാൻ പറ്റുക. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമ്മുടെ ഫോണിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ്. ഗൈസ് അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയണ്ടേ ഗൈസ്. അപ്പോൾ പ്രോഡക്റ്റ് ഇതാണ് ഗൈസ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ക്ലിപ്പ് ലെൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ പ്രോഡക്റ്റ് എനിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 199 റുപ്പീസ് മാത്രമായിട്ടുള്ളൂ. ഷിപ്പിംഗ് ചാർജും ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഗൈസ്. ഒരു പ്രോഡക്റ്റിന് 169 രൂപ 170 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊന്നും നോക്കാം ഗൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി റിവ്യൂസും കാര്യങ്ങളൊന്നും നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോഡക്റ്റിലോട്ട് പോവാം. ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ അത് ആ പ്രോഡക്റ്റ് ഞാൻ നമ്മുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഇതൊരു അൺബോക്സ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങളുടെ മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്യാനും കൂടെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനൊരു പാക്കേജിലാണ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാനുള്ള സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം ഗൈസ്. നല്ലൊരു പാക്കേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആണെന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു നല്ലൊരു പാക്കേജും കാര്യങ്ങളാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ യൂണിവേഴ്സൽ ക്ലിപ്പ് ലെൻസ് എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 3 ലെൻസ് കിട്ടുന്നു എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് പറയുന്നത്. 3 ലെൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ നല്ലൊരു HD ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗൈസ് നമുക്കിവിടെ കുറേ ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഫോൺസിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്കിത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രേ പീസിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഗൈസ്. ഇതിൽ വേറെ ഒരു പീസ് കവറുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലെൻസാണ് കിട്ടിയിട്ടുള്ളത്. 2 ലെൻസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 ലെൻസിൻ്റെ ഒരു പിക്ചറാണ് അതിൽ കിടന്നത്. പക്ഷേ 2 ലെൻസ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ലെൻസ് കേസും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ലെൻസ് കേസ് ഒന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് വേറൊരു ലെൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെൻസിൻ്റെ കളർ എന്ന് പറഞ്ഞൊരു ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെൻസിനൊന്ന് മാറ്റി വയ്ക്കാം ഗൈസ്. നമുക്ക് ഈ കവറിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ലെൻസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ലെൻസ് തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. നല്ലൊരു ക്ലിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ക്വാളിറ്റിയാണ് ഗൈസ്. നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലെൻസിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലെൻസിൽ എഴുതിയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫിഷ് ഐ ലെൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 180 ഡിഗ്രി വരെ നമുക്കിതിൽ ആംഗിൾ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അത്ര 180 ഡിഗ്രി വരെ നമുക്ക് ഇതിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത ലെൻസിലോട്ട് പോകാം ഗൈസ്. നല്ലൊരു 3 ലെൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ 2 ലെൻസ് മാത്രമേ കാണാനുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത ലെൻസ് ഞാൻ ഇവിടെ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് ലെൻസ്. അപ്പോൾ ലെൻസിൻ്റെ ക്യാപ്പ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ലെൻസാണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ലെൻസിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ വൈഡ് ആംഗിൾ ലെൻസ് ഗൈസ്. അപ്പോൾ ഇതല്ല വൈഡ് ആംഗിൾ ലെൻസാണ് ഗൈസ്. അപ്പോൾ വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു വൈഡ്നെസ് തന്നെ ഫീൽ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വൈഡ്നെസ് എന്ന് പറഞ്ഞാൽ 0.67 ഇൻറ്റു വൈഡ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് ഇതിൽ മാക്രോ ഒന്നും എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ 3 ലെൻസ് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ലെൻസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ഒക്കെ കണ്ടില്ലേ ഗൈസ്. ഒരു വെറൈറ്റി രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ലെൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടൊരു ക്വാളിറ്റി ലെൻസ് തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നല്ലൊരു ക്വാളിറ്റി തന്നെ ഇതിൻ്റെ ലെൻസ് വരുന്നു എന്നാണ് തോന്നുന്നത്.
നമുക്ക് എന്തായാലും ഗൈസ് നമുക്കൊന്ന് ഔട്ട്ഡോറിലോട്ട് പോയിട്ട് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഫിഷ് ഐ എന്ന് പറയുന്ന ലെൻസാണ് ഗൈസ്. അപ്പോൾ ഫിഷ് ഐ എന്ന് പറയുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി വൈഡായിട്ട് നമുക്ക് നല്ല വൈഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്കിവിടെ പിക്ചേഴ്സും ഫോട്ടോസും ഒക്കെ നല്ല ഇത്തിരി വൈഡായിട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഫോക്കസിങ് ഞാൻ ഇപ്പോൾ അടുത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് അവിടെ നല്ല വൈഡായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. കുറേ പ്ലേസ് ഇപ്പം നമുക്ക് കുറേ ഒബ്ജക്റ്റൊക്കെ നല്ല വൈഡായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തോട്ട് നമ്മൾ നല്ല സൂം ചെയ്തൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. എന്ന് വെച്ചാൽ നല്ലൊരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ കൂടെ സാധ്യമാവുന്നതാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് എന്തായാലും പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. അപ്പോൾ ഔട്ട്ഡോറിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരി പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് വലിയ ക്വാളിറ്റിയുള്ള മൈക്കൊന്നുമല്ല ഗൈസ്. അതുകൊണ്ട് അതിൻ്റെയും ചെറിയ പോരായ്മകളൊക്കെ കാണാം ഗൈസ്. പക്ഷേ എൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ഗൈസ് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്. നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ലെൻസ് വഴി കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മളെ മാക്രോ ലെൻസാണ്. അപ്പോൾ മാക്രോ ലെൻസിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ബ്ലർ ഫീലുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്. മാക്രോ ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം മാക്രോ ലെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ചെറിയ ഒബ്ജക്ട്സിനെ നമുക്ക് അടുത്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ മാക്രോ ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് വേറെ കുരുമുളവിൻ്റെ ഒരു ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ മാക്രോ വീഡിയോ ആണ് ഗൈസ് ഞാൻ അവിടെ എടുക്കുന്നത്. ഞാൻ അവിടെ കാണാൻ സാധിക്കുന്നത് ഇത് കുരുമുളകാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു മാക്രോ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഞാൻ ഇതൊരു മുരിങ്ങയിലയുടെ അടുത്തോട്ട് കൊണ്ടുപോയാണ് ഗൈസ്. അപ്പോൾ മുരിങ്ങയിലയുടെ പിക്ചർ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് മാക്രോ ലെൻസാണ് ഗൈസ്. അപ്പോൾ മാക്രോ ഫീൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് മുരിങ്ങയിലയാണ് ഗൈസ്. അപ്പോൾ മുരിങ്ങയിലയുടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഇലയും നമുക്കിവിടെ അടുത്ത് നല്ലൊരു പിക്ചറൊക്കെ നമുക്കിവിടെ എടുക്കാൻ സാധിക്കുന്നു. ഗൈസ് നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈരകം ഇതിപ്പോൾ എൻ്റെ കൈരകമാണ് ഗൈസ്. നമുക്കിവിടെ നമ്മുടെ ലെൻസ് സാധാരണ ലെൻസല്ല ഗൈസ്. ഇത് നമ്മുടെ ഏത് ലെൻസാണെന്ന് അറിയാമോ ഗൈസ്? ഇത് നമുക്ക് വൈഡ് ആംഗിളിൻ്റെ ലെൻസാണ് ഗൈസ്. അപ്പോൾ വൈഡ് ആംഗിളിൻ്റെ ലെൻസിൻ്റെ ഇത് നിങ്ങൾ എത്ര ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ്. എൻ്റെ കൈ ഞാൻ ഒന്ന് സൂം ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ കയ്യിലെ ലെയർ അതുപോലെ തന്നെ നല്ലൊരു വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗൈസ്. നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ച് കിട്ടാവുന്നതിൽ വെച്ച് മികച്ചൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഗൈസ്. ഇത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മാക്രോ ലെൻസിലാണ് ഗൈസ്. അപ്പോൾ മാക്രോ ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ അവിടെ മനസ്സിലായി കാണും ഗൈസ്. നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. ഇപ്പോൾ ഒരു ഇലയുടെ ഒരു ഇന്നർ പാർട്ട് ഞാൻ അവിടെ കാണിക്കുന്നത് ഗൈസ്. നല്ലൊരു പ്രോഡക്റ്റാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതിലോട്ട് പോകാമെന്നുള്ളതാണ് ഗൈസ്. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് ലെൻസസ് ഉപയോഗിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ലെൻസസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് മാക്രോ ലെൻസും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് വൈഡ് ലെൻസുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്തിനാണ് ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കവിടെ വൈഡ് ലെൻസ് മാത്രമായിട്ട് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ വൈഡ് ലെൻസ് മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ പോർട്ടിൻ്റെ എന്തോ പ്രശ്നമാണ് ഗൈസ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ട് ലെൻസും കണക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത്തിരി വൈഡായിട്ട് ഒരു ചെറിയൊരു വൈഡ് ഫീൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് ഇത്തിരി സാറ്റിസ്ഫൈഡ് അല്ല. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലെൻസിൻ്റെ ക്ലാരിറ്റി ഇത്തിരി കുറവാണ് ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ രണ്ട് ലെൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ മാക്രോ ലെൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വൈഡ് ലെൻസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് ലെൻസ് അല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിഷ് ഐയില യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ വൈഡ് ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമ്മൾ ചെടികളുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് എങ്ങനെയാണ് പിക്ചർ ക്വാളിറ്റി കിട്ടുന്നത് നമുക്ക് നോക്കാം ഗൈസ്. അത്യാവശ്യം നല്ലൊരു പിക്ചർ ക്വാളിറ്റിയാണ് ഗൈസ് കിട്ടുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം എടുത്തിരുന്നത് ആദ്യം ഞാൻ മാക്രോ ലെൻസിൽ നിങ്ങൾക്ക് എടുത്തപ്പോൾ കാണിച്ച ഷോട്ടിനേക്കാളും ക്ലാരിറ്റി കുറവാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലൈമറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് ടൈമാണ് ഗൈസ്. അപ്പോൾ ഈവനിങ് ടൈമിൻ്റെ ആ ഒരു സൺലൈറ്റിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം ഗൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഗൈസ്. എന്ത് പറഞ്ഞാലും ഗൈസ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു മികച്ചൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഗൈസ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിലോട്ടൊന്ന് പോകാമെന്നുള്ളതാണ് ഗൈസ്. നല്ലൊരു പ്രോഡക്റ്റാണ്
ഗൈസ് അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് കണ്ടല്ലോ ഗൈസ് വളരെ കിടിലനായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു DSLR ക്യാമറ ലുക്കിലോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മാക്രോ ലെൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വൈഡ് ആംഗിൾ ലെൻസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫിഷ് ഐ ലെൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3-in-1 പാക്കേജാണ് അതുപോലെ തന്നെ നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഒരു 200 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എൻ്റെ പർച്ചേസിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലായിരിക്കും പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കിടിലൻ പ്രോഡക്റ്റാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൈസ് റേഞ്ച് കിട്ടുന്നൊരു കിടിലൻ പ്രോഡക്റ്റാണ് ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഇനിയും നല്ലൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ